ഉറിക്കും ബലാക്കോട്ടിനും അപ്പുറത്തേക്ക് പോകണം എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു ആവശ്യം. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ഒരു വികാരം അതാണ്. മോദി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്തായാലും ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം മോഡി ഒരേ സമയം ഡബിൾ പേഴ്സണാലിറ്റിയാണ്. ചില സമയത്ത് മോഡി വളരെ പ്രൂഡൻ്റായിട്ട് വളരെ ബുദ്ധിപരം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും. ചില സമയത്ത് മോഡി വളരെ ഇമ്പൾസീവായി കാര്യങ്ങൾ ചെയ്യും. ഇമ്പൾസീവായി ചെയ്തതാണ് നോട്ട് നിരോധനം എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. വെച്ചാൽ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന IAS ഓഫീസർമാരുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നോട്ട് നിരോധനത്തിന് ശേഷം മോഡി സാഹിബിൻ്റെ ആറ്റിറ്റ്യൂഡേ പറയുന്നത്. അതായത് അതുവരെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നത് മോഡി സാഹിബ് വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു, ആരും സംസാരിക്കാതെ വന്നു. കാരണം മോഡി അതെവിടെയോ പാളി എന്നൊരു ഫീൽ അദ്ദേഹത്തിന് വന്നു. ആ ഉപദേശം ശരിയായില്ല എന്നുള്ളൊരു എന്നാണ് അദ്ദേഹത്തെ കൂടെ അന്ന് പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പം ഒന്ന് അദ്ദേഹം ചെയ്യും. രണ്ടാമത്തെ കാര്യം അദ്ദേഹം വളരെ ആലോചിച്ചിട്ട് ഉള്ള തീരുമാനങ്ങളാണ്. അതായത് ബംഗ്ലാദേശ് വിഷയത്തിലേക്ക് എടുത്തത് ഷെയ്ഖ് ഹസീനെ രക്ഷപ്പെടുത്തുന്നത്. അതായത് ബാക്കി അവരുടെ വിഷയങ്ങൾ ഇടപെടുന്നത് നമ്മുടെ രീതിയല്ല. അവിടെ ഹിന്ദുസ് അറ്റാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഹിന്ദുസ് അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോൾ മൂപ്പരെ സ്വഭാവം മൂപ്പർ തിരിച്ച് അവിടെ പോയി അടിക്കേണ്ടതാണ്. പക്ഷെ മൂപ്പര ചെയ്തിട്ടില്ല. ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപരോധങ്ങളും ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളും വിളിച്ചു വരുത്തുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും മോഡിയെ ഭരിക്കാൻ പോകുന്നത് ഇപ്പം നമുക്കറിയില്ല. അത് മോഡിക്ക് മാത്രമേ അറിയാവുന്ന ഒരു കാര്യമാണ്. മോഡിക്ക് രണ്ടുണ്ട്, രണ്ട് ട്രേഡ്സും മോഡിയിലുണ്ട്. വളരെ അഗ്രസീവായിട്ടുള്ള ട്രേഡും ഉണ്ട്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ട്രേഡ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മൊത്തം കരിയർ എടുത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഏതാണ് ആക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാട്ടുകാരങ്ങനെ പലതും പറയും. നാട്ടുകാർ ഒരു വർഷം വന്നാൽ പോയി തല്ല് എന്നൊക്കെ പറയും. അങ്ങനെ തല്ലാൻ പോയി. പക്ഷെ ഒരു പൊതുവായ വികാരം അതാണ്. വികാരം ഉണ്ടാവും. അതിപ്പോൾ കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന വികാരമല്ലേ. പക്ഷെ പോയി തല്ലിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? എത്ര ആളുകൾ തല്ലാൻ പോകും ഈ പറയുന്ന ആളുകൾ? എത്ര ആൾ ബോർഡറിൽ പോകും? ഈ പാവപ്പെട്ട പട്ടാളക്കാരൻ വേണ്ട യുദ്ധം ചെയ്യേ. പട്ടാളക്കാരൻ്റെ വീട്ടുകാരൊന്നും യുദ്ധം ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല, ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, ഒരു യുദ്ധം വന്ന് രണ്ട് സാധനം ഇപ്പം നമ്മളൊരു ഇപ്പം ഹിറ്റ്ലർ ഈ അയാളുടെ മീൻകാഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ എങ്ങനെയാണ് ജർമ്മനി തോറ്റത്? ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ പഠിപ്പിച്ചത് മൊത്തം ബ്രിട്ടീഷുകാർ മണ്ടന്മാരാണ്, ഒരു വിവരമില്ലാത്തവന്മാരാണ്, കളിത്തോക്ക് കൊണ്ട് നടക്കുന്നവരാണെന്ന്. അതുകൊണ്ട് നമ്മൾ അവരെ എളുപ്പം ജയിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. അപ്പോൾ അവിടെ അവർ പഠിപ്പിച്ചു വെച്ചാൽ ജർമ്മൻകാരെ പേടിപ്പിക്കണം, അവർ രാക്ഷസന്മാരാണ്, കുടിലന്മാരാണ്, കൂക്കന്മാരാണ്. അപ്പോൾ അവർ കരുതിയിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളെവിടത്തുള്ള മെയിൻ സ്ട്രീം മീഡിയ പടച്ചു വിടുന്ന സാധനങ്ങൾ കണ്ടുകൊണ്ട് നമ്മളെ ആളുകളെ വിചാരിച്ച് എളുപ്പം പപ്പടം പോലെ പൊടിക്കാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. ഇത് അറിഞ്ഞാൽ ചിലപ്പോൾ നാളെ എന്നെ രാജ്യദ്രോഹിയാക്കിയെന്ന് വരും. ഐ ഡോണ്ട് കെയർ. റിയാലിറ്റി ആയിട്ട് പറയുന്നത്. അങ്ങനെ പപ്പടം പോലെ എളുപ്പം പൊളിക്കാൻ പറ്റുന്ന രാജ്യമല്ല രാജ്യം. കാരണം അവന്മാരെ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അവരെ ഈ അമേരിക്ക കൊടുത്തിട്ടുള്ള തരക്കേടില്ലാത്ത യുദ്ധവിമാനങ്ങളുണ്ട്. അതിൻ്റെ കിൽ സ്വിച്ച് അമേരിക്ക ഉപയോഗിച്ചാൽ മാത്രമേ അവർ പരാജയപ്പെടൂ. അവർക്കത് ഉപയോഗിക്കാൻ പരാജയപ്പെടും നമ്മളോട് കളിച്ചാൽ. പക്ഷെ അവർക്കൊരു ലോങ് കാലഘട്ടത്തിൽ ലോങ് ഡ്രോൺ ഔട്ട് വാർ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു യുദ്ധം ചിലപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും, നിലനിർത്താൻ പറ്റും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? പിന്നെ അവർക്ക് അന്തർവാഹിനികളുണ്ട്. ഇനി കുറച്ച് വർഷം മുമ്പ് കൊച്ചിയിൽ ഏതോ ഒരു ഫ്രഞ്ച് സാഹിബ് വന്നിട്ട് സമുദ്ര ഗവേഷണം നടത്തിപ്പോയത് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് അയാളെ വെറുതെ വിട്ടു. ഞാൻ കേട്ടിട്ടുള്ള ഈ സമുദ്ര നിരീക്ഷണം നടത്തിയെന്ന് വെച്ചാൽ പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്. അന്ന് പാകിസ്ഥാന് വേണ്ടിയിട്ട് അന്തർവാഹിനികൾ ഫ്രാൻസ് ഡിസൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കറാച്ചിയിൽ നിന്ന് ഒരു ടോർപിഡോയോ ഒരു പിന്നെ വളരെ എളുപ്പം അണ്ടർ വാട്ടർ സാധനങ്ങൾ വളരെ എളുപ്പം സബ്മറൈൻസോ കൊച്ചിയിലേക്ക് അയക്കാൻ പറ്റും. അതിനുവേണ്ടി ഗവേഷണം നടത്തിയതാണ് കേട്ടിട്ടുള്ളത് വെച്ചാൽ അന്ന് ഈ കേരള ശരാവതി കേസൊക്കെ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടതെന്ന് വെച്ചാൽ എനിക്ക് വലിയ വിവരമൊന്നും ഈ പറയുന്ന കണക്ഷനൊന്നും ഇല്ലാത്ത ആളാണ്. എനിക്ക് ആ പട കണക്ഷൻ ചെറിയ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാവരുടെയും ഒഫീഷ്യൽ സാധനങ്ങൾ, ഇൻ്റർവ്യൂസ്, ബുക്സ് ഇതൊക്കെ പരിശോധിക്കാറുണ്ട്, വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിലതൊക്കെ നമുക്കറിയാവുന്ന ചില ആളുകൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പം പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താ? പാകിസ്ഥാൻ ഏത് രാജ്യം നിലനിൽക്കുന്നതിൻ്റെ സാമ്പത്തികമായ ഭദ്രതയുടെ പുറത്താണ്. സാമ്പത്തികമായ ഭദ്രത ഇല്ലാതായി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, റഷ്യൻ വിപ്ലവം ഉണ്ടാകാൻ എന്താ? അവിടുത്തെ ദാരിദ്ര്യവും. ഒന്നാം ലോക മഹായുദ്ധം റഷ്യ യുദ്ധത്തിന് പോയ സമയത്ത് പട്ടാളക്കാർക്ക് പ്രോപ്പറായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. 2 ആയുധങ്ങൾ മാത്രമേ ശമ്പളം കൊടുക്കാൻ പറ്റിയില്ല. ശമ്പളം കൊടുക്കാൻ പറ്റാത്ത പട്ടാളക്കാർ തോക്ക് തിരിച്ചു പിടിച്ചു. ഒന്നാം ലോക മഹായുദ്ധം 1905 സംഭവിച്ചത്. 2 നേവൽ ഫോഴ്സസ്. അതിനെപ്പറ്റി സിനിമയുണ്ട്, എസൻസിൻ്റെ സിനിമ തന്നെ ഉണ്ട്.
പട്ടാളക്കാർ നേവിക്കാർക്ക് പൈസ ഇല്ല, അത് കിട്ടുന്ന ഭക്ഷണമൊക്കെ പുഴു കഴിച്ച ഭക്ഷണം അവരവസാനം തോക്ക് ഗവൺമെൻറ്റിനെതിരെ തിരിച്ചു പിടിച്ചു. മനസ്സിലായി? അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാൻ നമ്മളിപ്പോൾ മെയിൻ വ്യത്യാസം എന്താണ്? നമ്മളെ സമ്പന്നർ അവർ ദുർബലരാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ 4 കർഷം മറ്റേ ആവും അടുത്ത് വലിയ താമസിക്കാതെ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പൊതുവേ പറയുന്നൊരു ചൊല്ലുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരു മണ്ടനുമായിട്ട് നിങ്ങളെക്കാട്ടും നിലവാരം കുറഞ്ഞവനായിട്ട് വഴക്കിനോ സംവാദത്തിനോ ഒന്നും പോകരുത്. അവൻ നിങ്ങളെ അവൻ്റെ നിലവാരത്തിലേക്ക് പിടിച്ച് താഴ്ത്തും. എന്നിട്ട് അവൻ്റെ നിലവാരത്തിൽ നിങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും. ആ യുദ്ധത്തിൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കില്ല, അവൻ അത് ഉപയോഗിച്ച് നിങ്ങളെ അതിൽ മേൽക്കൈ നേടാൻ അവൻ്റെ ലക്ഷ്യം സാധിക്കും. പാകിസ്ഥാൻ ഇപ്പം എന്താ വേണ്ടത്? ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമി 20 വർഷമെങ്കിലും പോകും. കാരണം നമ്മളെ സകല മേഖലകളിൽ തകരും. പിന്നെ അത് മാത്രമല്ല പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ നമ്മുടെ സകല മേഖലകളും തകരും. നമ്മൾ 20 വർഷമെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും. ഹെവി കാഷ്വാലിറ്റീസ് ഉണ്ട്. പാകിസ്ഥാൻ അതിന് മറ്റേ സാധനം ഉണ്ട്, ന്യൂക്ലിയർ വെപ്പൺ, നമ്മൾ അതിലുണ്ട്. അമ്മമാരത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നഗരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ആൾ മരിക്കും? അപ്പോൾ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോകും. നമ്മൾ ഈ പിന്നോട്ട് പോകേണ്ട ആവശ്യമായിരിക്കും പാകിസ്ഥാൻ്റെ ഒരാവശ്യമാണ്. രണ്ടാമത്തെ ആവശ്യം ആരാണ്? നിങ്ങൾ വിചാരിക്കുന്നത് ഈ ട്രംപൊക്കെ ചിരിച്ച് കാണിക്കുന്നതുകൊണ്ട് ഈ നമ്മളെ ഫ്രണ്ടാണ് അയാൾ ഇന്നാൾ പറഞ്ഞു പോകില്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇപ്പം പോയതേ ഉള്ളൂ, എൻ്റെ ഫ്രണ്ടാണ്, ബട്ട് ബിസിനസ് ഈസ് ബിസിനസ്, ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയാണ് മുമ്പുള്ള പല ആളുകളും പരമാവധി യുദ്ധം ഒഴിവാക്കി പോയത്. പിന്നെ ഇന്ദിരാഗാന്ധിയാണ് കുറച്ചെങ്കിലും കയറി കൊടുത്തിട്ടുള്ളത്. അതിന് അവർ കൊടുക്കേണ്ട ഒന്ന് വിലയും വലുതാണ്. പല യുദ്ധങ്ങൾ അവരുടെ കാലഘട്ടത്തിലാണ് സത്യത്തിൽ സാമ്പത്തികമായിട്ടും ശക്തിപ്പെട്ടത്, തൊഴിലില്ലായ്മ കൂടി. കാരണം യുദ്ധത്തിലേക്ക് ഫണ്ട് വകമാറ്റുന്നതുകൊണ്ട് അവർക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, വികസന രംഗത്ത് ഗരീബി ഹടവ പറയാനേ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ മോഡിയെ സംബന്ധിച്ചിടത്തോളം ഗുണമെന്ന് വെച്ചാൽ എക്കണോമി നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ വലിയ യുദ്ധങ്ങളും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഫണ്ട് വകമാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ അദ്ദേഹം ഈ പറയുന്ന തദ്ദേശവൽക്കരണം, ഡിഫൻസ് തുടങ്ങി സ്വകാര്യവൽക്കരണം തുടങ്ങിയതോടുകൂടി ആ മേഖല പുഷ്ടിപ്പെടുന്നുണ്ട്. പക്ഷേ യുദ്ധം വന്നതൊക്കെ പിന്നോട്ടടി. കാരണം ഇതെല്ലാം തന്നെ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ടൈപ്സ് ആണ്. ഈ ടൈപ്പ് വരുന്ന സമയത്ത് യുദ്ധം വന്ന് നമ്മൾ എന്തെങ്കിലും മിസൈൽ ഇതൊക്കെ ഉപയോഗിച്ച് അത് പറഞ്ഞുകൊണ്ട് അവർ ഈ ടെക്നോളജി ട്രാൻസ്ഫർ ഒക്കെ അവർ പിൻവലിക്കും, സഹായം നിർത്തും. ഇതൊക്കെ ഇതിൻ്റെ മറ്റ് ഫലങ്ങളാണ്. ഇവിടെ ഇത് അറിയാത്തവർ ഇവിടെ പോയി തിരിച്ചടിക്കുന്നു പറയാം. 4 അടി അവിടെ നിന്ന് കിട്ടുമെന്ന് ഓങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടെ ഉള്ളവന്മാരും മനസ്സിലായി. ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഈ വികാരത്തിന് മുഖത്ത്. അങ്ങനെ ഓരോ വികാരത്തിൽ നമ്മൾ തള്ളാൻ പോയി യുദ്ധം ചെയ്യാനല്ലേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് മുമ്പുള്ള ആളുകൾ ചെയ്യുക, ഇൻക്ലൂഡിങ് വാജ്പേയി പോലും. വാജ്പേയി പാർലമെന്റ് ആക്രമിച്ചപ്പോൾ പാർലമെന്റ് ആക്രമിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അസ്ഥിവാരം തന്നെ നോണ്ടുന്ന പരിപാടിയാണ്. വാജ്പേയി ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ മൊത്തം പട്ടാളം തോന്നി, പക്ഷെ അത് യുദ്ധത്തിന് പോയില്ല. എന്തുകൊണ്ടാണ്? വാജ്പേയിക്ക് അറിയാമായിരുന്നു. വാജ്പേയിക്ക് എന്താ രാജ്യസേനയല്ലായിട്ടാ? അഡ്വാനിക്ക് രാജ്യസേനയല്ലായിട്ടാ? അവരൊക്കെ ആ കാലഘട്ടത്തിൽ RSSനും രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആളുകളെ. ഏത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള RSSന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടം ഉണ്ടായി ഇന്ത്യയിൽ ഗാന്ധിവാദത്തിന് ശേഷം. എന്താ വെച്ചാൽ ഇപ്പം പറയേണ്ട ഫക്രുദ്ദീൻ ഗാന്ധിയെ കൊന്ന് RSS അങ്ങനെയല്ല. RSS കൊന്ന് ഹിന്ദു മഹാസഭക്കാരാണ്. RSSന് പങ്കുമില്ലെന്ന് എനിക്കറിയാം, ഞാൻ പറയുന്ന ആളോ. ഞാൻ അന്ന് പക്ഷെ അങ്ങനെ ഒരു പ്രചാരണം എതിരാളികൾ അയച്ചു വിട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ RSSനും രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളാണ് വാജ്പേയിയുടെ. അവർക്ക് എന്താ പറ്റായില്ല. ഇതാണ് ഇതിൻ്റെ ഒരു നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഈ വികാരത്തിൻ്റെ പുറത്ത് ചാടിക്കറി. ഇങ്ങനെ പോയ ആളുകളെല്ലാം അവസാനം പെട്ട്. ഹിറ്റ്ലർ പെട്ടിട്ടുണ്ട്, മുസോളിനി പെട്ടിട്ടുണ്ട്. അവസാനം ജർമ്മനി ഒന്നും രാജ്യമില്ലാതായി. ഇന്ന് നിങ്ങൾ കാണുന്ന സകല ടെക്നോളജി ജർമ്മനി കണ്ടുപിടിച്ച ഫൈറ്റർ പ്ലെയിൻ, റോക്കറ്റ്, പിന്നെ ഈ പറഞ്ഞ എന്താണ് ഈ കൺസ്ട്രക്ഷൻ രംഗത്തെ എക്യുപ്മെന്റ്സ്, ഇതെല്ലാം അവർ കണ്ടുപിടിച്ചതാണ്. ഇപ്പം പക്ഷെ ആരാണ് ഇത് അതുകൊണ്ട് പൈസ ഉണ്ടാക്കിയത്? മൊത്തം അമേരിക്ക. എന്തുകൊണ്ടാണ് ജർമ്മനി ഈ സയന്റിസ്റ്റുകളെ മൊത്തം അവർ ജർമ്മനിയും സോവിയറ്റ് റഷ്യയും കൂടി അമേരിക്ക സോവിയറ്റ് റഷ്യയും കൂടി 2ാം ലോകമായത് കഴിഞ്ഞപ്പോൾ എടുത്താൽ കൊണ്ടുപോയി. എന്നിട്ട് അവർ ഡെവലപ്പ് ചെയ്തു. ജർമ്മനി എന്നുള്ള രാജ്യമേ ഇല്ലാതെ 2 ജർമ്മനിയായി മാറി. ഇന്ന് ജർമ്മനി ഒരു എക്കണോമിക് പവർ, ഇസ്നോടെ മിലിറ്ററി പവർ. ആർക്ക് ജർമ്മനി മിലിറ്ററി ആയിട്ട് പേടിയൊന്നുമില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ വിചാരിക്കുന്നത് ഇറ്റലി ഒന്നും അല്ലാതായിപ്പോയി. അപ്പോൾ മോഡി വളരെ കാൽക്കുലേറ്റ് ആയിട്ടാണ് ഇപ്പം നമുക്ക് പറ്റുക. എന്ന് വെച്ചാൽ ഈ നദീജല കരാർ അത് പെട്ടെന്ന് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല, കാരണം അണക്കെട്ടൊന്നുമില്ല ഷട്ടറുടെ. പക്ഷേ ഇനി നമുക്ക് വേണമെങ്കിൽ അണക്കെട്ട് കെട്ടാം. പിന്നെ പാകിസ്ഥാൻ ഉണ്ടല്ലോ, അവർ മുമ്പത്തെ പോലെ അല്ല, അവരിപ്പോൾ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പട്ടാളക്കാരെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അതിർത്തി ലംഘനം നടത്തി. അവർക്ക് യുദ്ധം വേണം. അവർക്ക് യുദ്ധം വേണമെങ്കിൽ അവിടുത്തെ ശ്രദ്ധ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഏതെങ്കിലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ മോദിക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്, ഒന്ന് പോയി കൊളുത്ത്. 2 ജവഹർലാൽ നെഹ്റു ഇങ്ങനെ മണി കിട്ടിയാണ് ചൈന യുദ്ധം. അതിൻ്റെ ഡീക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് അടുത്ത് പുറത്ത് വന്നിട്ടുണ്ട്. അമേരിക്കയാണ് പറഞ്ഞത് പോയി അടിച്ചു വന്നു. ആരോട്? റഷ്യനോട്, ഇവരോട്. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യം, അമേരിക്ക ക്യാപിറ്റലിസ്റ്റ് രാജ്യം. അന്ന് അവരെ ഒരു ഭയങ്കര ശത്രുക്കളാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ എന്തോ ഒരു ഉറപ്പ് കിട്ടിയിട്ടാണ് പാകിസ്ഥാൻ ഈ കളി കളിക്കുന്നത്. കാരണം അവരുടെ സൗദി സഹായിക്കുന്നില്ല, ആരും സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ എടിയും കൊണ്ട് നമ്മൾ തലവെച്ച് കൊടുക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. ഈ രീതിയിൽ ഉപരോധങ്ങൾ ശക്തമായി വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു നയതന്ത്ര ബന്ധം വേണ്ടാത്ത രീതിയിൽ നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് ടീമിനെ അയക്കാതായപ്പോൾ അവരൊരു വഴിക്കായിട്ടുണ്ട്.
അവരുടെ ടീമുമല്ല. അതേപോലെ തന്നെ നയതന്ത്രം ആ രീതിയിൽ ഇടപെടുന്നതാണ് നല്ലത്. അല്ലാതെ ജനവികാരം എങ്ങനെയാണെന്ന് ഈ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തീരെ നമുക്ക് ബംഗ്ലാദേശിനെ പോലെ എഴുതി തള്ളാൻ പറ്റിയ രാജ്യമല്ല പാകിസ്ഥാൻ. അത് കഴിഞ്ഞ യുദ്ധങ്ങളെല്ലാം കാണിച്ചതുണ്ട്. അവർക്ക് അത്യാവശ്യം ഫൈറ്റ് ചെയ്തേക്കാനുള്ള ശേഷിയുണ്ട്. അതിൻ്റെ അതിശക്തമായ ഇന്ത്യ വിരുദ്ധ വികാരമുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ യുദ്ധത്തിൽ നമ്മൾ ജയിക്കും. യുദ്ധത്തിൽ മഹാഭാരത യുദ്ധത്തിൽ ജയിച്ചിട്ട് അവസാനം പിന്നെ പാണ്ഡവരുടെ അവസ്ഥ എന്തായിരുന്നു? കഞ്ഞി കുടിക്കാൻ ഗതി ഉണ്ടായിരുന്നില്ല. അവസാനം മുമ്പ് പൂർവികർ കുഴിച്ചിട്ട് നിധിയെല്ലാം കൂടി മാന്തി എടുത്തിട്ടാണ് അശ്വമേധം നടത്തിയത്. അതേല്ലോ. അതുകൊണ്ടാണ് മഹാഭാരതം പറയുന്നത് യുദ്ധം വേണ്ടെന്ന് പറയുന്നത്. എന്തായാലും പക്ഷേ ഈ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ഒരു മറുപടി ഇന്ത്യ നൽകാതിരിക്കും. അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ ഒന്ന് ബലൂചിസ്ഥാൻ പൊട്ടി തെറിക്കുന്ന വെറുതെയാണോ? പക്ഷെ നമുക്കത് ഓപ്പണായി പറയാൻ പറ്റില്ല. അല്ല, പാകിസ്ഥാനിൽ ഒരു അന്തഛിദ്രം ഉണ്ടാക്കും. അതാണ് അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിനെ കൂടി ഒരു സൈനിക നടപടി ഉണ്ടാകില്ല എന്നാണ് താങ്കൾ പറയുന്നത്. എനിക്ക് അങ്ങനെ പറയാൻ മോഡി ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. മോഡി എന്തും തീരുമാനിക്കാം. പക്ഷെ നമ്മൾ ബുദ്ധിപരമായി നോക്കുമ്പോൾ സൈനിക നടപടിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതാണ്. ശത്രുവിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നിന്ന് കൊടുക്കലല്ലോ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ട പണി. പാകിസ്ഥാൻ ഒരു യുദ്ധം ആഗ്രഹിക്കും. യുദ്ധം വേണമ്പോൾ മുസ്ലിങ്ങളൊക്കെ വധിക്കപ്പെടും. അതപ്പോൾ ഈ ചിത്രമൊക്കെ കാണിച്ചുകൊണ്ട് സൗദീനൊക്കെ സപ്പോർട്ട് ചെയ്യുക, കുറച്ച് പൈസ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ നിന്ന് പല പടിഞ്ഞാറൻ ശക്തികൾ നമ്മുടെ ശത്രുക്കളാണ്. അവരുണ്ടാക്കി വെച്ച് പോയ പ്രശ്നമാണ് കാശ്മീർ. മനസ്സിലായല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ യുദ്ധം ഉണ്ടാവണം. ഇവിടെ യുദ്ധം ഉണ്ടായി ഇന്ത്യ പിന്നോട്ടടിക്കണം. ഈ പിന്നോട്ടടിക്കുന്ന സാമ്പത്തിക പിന്നോട്ട് പോകുന്ന ഇന്ത്യനെ ദളിതനെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനിയുമെന്നും പരസ്പരം അടിച്ച് ചെറിയ ചെറിയ രാജ്യങ്ങളാക്കി മാറ്റണം. എന്നിട്ട് അവർക്ക് അവരുടെ അജണ്ട നടത്തുക. ഇതാണ് കാര്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും വാജ്പേയി ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും നരസിംഹറാവു ആണെങ്കിലും ഈ സോഷ്യലിസ്റ്റുകളെ ഞാൻ പറയുന്നില്ല, പിന്നെ മോഡി ആണെങ്കിലും ഇതുവരെ നീങ്ങിക്കൊണ്ടിരുന്നത്. കാരണം ഒരേ സമയം നമുക്ക് ഈ മറ്റേ അവനുണ്ടല്ലോ വല്ലാൽ ദേവനെ പോലെ സ്വന്തം ആളുകളെ കൊന്നുകൊണ്ട് സ്വയം ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് ജയിച്ചിട്ട് കാര്യമല്ല. ബാഹുബലിയെ പോലെ സംരക്ഷിച്ചുകൊണ്ട് വേണം ജയിക്കാൻ. ഇത്രയും മോഡി വരെയുള്ള പ്രധാനമന്ത്രി ഇങ്ങനെ സോഷ്യലിസ്റ്റ് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബാക്കി എല്ലാവരും ചെയ്ത ഇതാണ്, ഇതേ പറ്റുള്ളൂ. അതായത് ഒരു വശത്ത് വളരെ കൃത്യമായിട്ട് സൈനികേതരമായ നയതന്ത്ര തലത്തിലൊക്കെയുള്ള നടപടികളിലൂടെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുക, അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിൽ അന്തഛിദ്രങ്ങൾ അവരെ ഇന്ത്യയിലി ഇല്ലാതാക്കുക, വർദ്ധിക്കുക, അത്തരത്തിൽ പാകിസ്ഥാൻ ഒരു വലിയ തകർച്ച കൊടുക്കുക. ഒപ്പം ചെറിയ തോതിൽ ഈ ഉറി ബലാക്കോട്ട് പോലെയുള്ള ചില സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ ഒരു നല്ല കൊട്ടു കൊടുക്കുക. ഇത്തരത്തിലായിരിക്കും. അല്ലാതെ നമ്മളെ ആളുകൾ ചിലപ്പോൾ ഇപ്പം ആർഎസ്എസ്കാരോട് പറയുകയാണ് പാകിസ്ഥാനിൽ പോയിട്ട് കുറച്ച് ആളുകളെ കൊന്ന് അവർ അങ്ങനെ പോയി കൊല്ലാൻ ശേഷിയുള്ള ആളുകളൊക്കെ ഉണ്ട്, പോയി കൊല്ലുകയും ചെയ്യാം. അതിന് ഇമ്പാക്ട് എന്തായിരിക്കും? ഗ്ലോബലി ഇന്ത്യയുടെ RSS ഒക്കെ അങ്ങനെ ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞതാണ് RSS അങ്ങനെ ചെയ്യുമെന്നുള്ളതല്ല. അപ്പം തീവ്ര ദേശീയതയും ദേശസ്നേഹവും ഉള്ളവർ, ദേശീയതയുള്ള ആളുകളുണ്ട്. ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അതിന്റെ എപ്പിറ്റോം RSS ആണ്. രാഷ്ട്രത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും? അപ്പോൾ അവരോട് അവരുടെ ലീഡർഷിപ്പ് എന്ന് ഒരാൾ പറയാം, അവർ പറയില്ല. ഞാൻ പറഞ്ഞത് പാകിസ്ഥാനിൽ പോയി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പോയിട്ട് കൊന്നുവരാൻ അവർ കൊന്നിട്ട് വരും. പക്ഷെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഗ്ലോബലി ഇന്ത്യ ടെററിസ്റ്റ് നാഷൻ പാകിസ്ഥാനെ പോലെ. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഈ യുദ്ധം വേണം അതുപോലെ തിരിച്ചടിക്കണം എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് RSS ചെയ്യാൻ നടക്കാതില്ല? ഈ പറയുന്ന ലോകത്തുള്ള സകല മുസ്ലിം തീവ്രവാദ സംഘടനകളെ എടുത്തു വെച്ച് നോക്കിയാൽ അതിനേക്കാട്ടും കൂടുതൽ ആളുകളും ശക്തിയും ഡെഡിക്കേഷനും ഉണ്ട് RSSന്. എന്തുകൊണ്ട് RSS ചെയ്യാത്തത്? ചെയ്തുകൂടെ? RSSന്റെ മാർഗം അതല്ല. ചെയ്യില്ല. അതാണ് പറഞ്ഞത്, ചെയ്യില്ല. അപ്പം ഞാനിതാ പറഞ്ഞത്, ഈ പറഞ്ഞത് അതേ രീതിയിൽ തിരിച്ചടിക്കണം. തിരിച്ചടിച്ചില്ലേ മോഡിനെ തന്തയ്ക്ക് വിളിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളതേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മോഡി ആ ഒരു തന്ത്രപരമായ കടുങ്കൈക്ക് പോകാത്തത്. രാജ്യം മൊത്തം പിന്നോട്ടടിച്ചു പോകും. അതുകൊണ്ട് നയതന്ത്രപരമായി നീങ്ങുക, പിന്നെ ഇന്റേണലി അവരെ തകർക്കുക. ചാണക്യന്റെ രീതി അവിടെ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. ഇതിന് ഈ പറഞ്ഞതിന് ഓരോരുത്തന്മാർ ഓരോരോ വേർഡ് ഇനി കട്ട് ചെയ്തിട്ട് എന്തൊക്കെ പോയി നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.